പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ തിരുനാമത്തിൽ ആമേൻ. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 49-ഉം 50-ഉം വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. 4-ാം അധ്യായം 14-ാം വാക്യം മുതൽ 9-ാം അധ്യായം 50-ാം വാക്യം വരെ യേശുവിൻ്റെ ഗലീലയിലുള്ള പ്രവർത്തനമാണ്. അതായത് ഈ ഗലീലയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇതിനുശേഷം ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ യേശു തമ്പുരാൻ്റെ അടുത്തേക്ക് തൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ കണ്ടു. എന്നാൽ ഈ പുറത്താക്കുന്നയാളെ ശിഷ്യന്മാർ ക്ഷണിച്ചിട്ടും അവൻ ശിഷ്യന്മാരുടെ കൂടെ വരാതിരുന്നത് കൊണ്ട് അവനെ തടഞ്ഞുവെന്ന്. അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളവരെ തടയേണ്ട. കാരണം നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ കൂടെയാണ് എന്ന്. അതായത് നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ ചെയ്യുന്ന ആൾ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല, അവൻ നിങ്ങളുടെ കൂടെയാണ്, അവനെ തടയേണ്ട എന്ന്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ലൂക്കായുടെ തന്നെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്ന്. ഇത് രണ്ടും കൂടി വായിച്ചു കഴിയുമ്പോൾ യേശുവിനോട് കൂടെ തന്നെയാണ് ആ മനുഷ്യൻ. അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ യേശു തമ്പുരാൻ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? എന്താണ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് കൃത്യമായി മനസ്സിലാകും. യേശു തമ്പുരാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അതേപടി ചെയ്യാത്തവർ അവർ തെറ്റാണ് എന്ന ധാരണ ഒരിക്കലും പാടില്ല. അതൊരിക്കലും പാടില്ല. മറ്റുള്ളവരിലെ നന്മയെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയണം. ഇങ്ങനെ ഈ ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ അത് നന്മയെ സ്വീകരിക്കുവാനും കഴിയുന്നതിനാണ് അവനോട് സഹിഷ്ണുത പുലർത്തുക എന്ന് പറയുന്നത്. സഹിഷ്ണുത എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഈ സഹിഷ്ണുത കാണിക്കുക എന്നുള്ളത്. സഹിഷ്ണുത കാണിക്കുക എന്നതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരിടത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉള്ള എല്ലാത്തിനെയും അതേപടി ഉൾക്കൊള്ളുകയും അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അത് അതേപടി നമ്മൾ പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് എന്ന്. അങ്ങനെയല്ല. സഹിഷ്ണുത കാണിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നന്മയായിട്ടുള്ളതിനെ നമുക്ക് സ്വീകരിക്കുവാൻ പറ്റുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. തൻ്റെ അടുത്തേക്ക് നികുതി ചോദിച്ചു വരുന്നവന് യേശു തമ്പുരാൻ പത്രോസിനെ കൊണ്ട് നികുതി കൊടുപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് നികുതി കൊടുക്കേണ്ടത് ആവശ്യമാണ്. നികുതി കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് രാജ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അതേപടി അംഗീകരിച്ചു എന്നുള്ളതല്ല, മറിച്ച് അത് നല്ലതാണ്, അതിനെ സ്വീകരിക്കുന്നു. ഇനിയും യേശു തമ്പുരാൻ സുവിശേഷങ്ങളിലുടനീളം നിയമജ്ഞരെയും ഫരിസേയരെയും വിമർശിക്കുന്നുണ്ട്. അവർക്ക് ദുരിതമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ യേശു തമ്പുരാൻ തന്നെയാണ് അവരുടെ പ്രബോധനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും ഉദ്ബോധിപ്പിക്കുന്നത്. അതായത് അവർ ഈ മോശയുടെ നിയമങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അത് കലർപ്പില്ലാത്തതായതുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുക. അതൊരു സഹിഷ്ണുതയാണ്. എന്നാൽ അവരുടെ ജീവിത രീതികളെ നിങ്ങൾ അനുകരിക്കരുത്, അത് നിങ്ങൾക്ക് ചേർന്നതല്ല. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സാധിക്കാതെ പോകുന്ന കാര്യം ഇത് തന്നെയാണ്.
നമുക്ക് സഹിഷ്ണുത പുലർത്തുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കാണുമ്പോൾ അത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പാടെ മാറ്റിക്കളയുവാൻ പരിശ്രമിക്കുന്നവരാണ്. യേശു തമ്പുരാൻ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി യേശു തമ്പുരാൻ അംഗീകരിക്കുകയല്ല. അവർ ചെയ്തിരുന്ന അന്യായമായ കർമ്മത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയല്ല. മറിച്ച് യേശു തമ്പുരാൻ പറയുന്നത്, യേശുവിൻ്റെ പിന്നാലെ നടന്നിട്ടും കുദാശകളിൽ സംബന്ധിച്ചിട്ടും പിന്നെയും പരസ്പരം ക്ഷമിക്കുവാനോ ഉൾക്കൊള്ളുവാനോ മറ്റുള്ളവനെ സ്വീകരിക്കുവാനോ സാധിക്കാതെ പോകുന്ന ഈ യഹൂദ ജനങ്ങളെക്കാളിലും നന്മ ഈ ചുങ്കക്കാരിലും പാപികളിലുമുണ്ട്. തീർച്ചയായും അവർ ഈ ചെയ്യുന്ന പ്രവൃത്തി നല്ലതല്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒത്തിരി നന്മയുണ്ട്. അതിനെ അംഗീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ സഹിഷ്ണുത മനോഭാവമാണ്. പലപ്പോഴും വർഗീയതയും മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ സാധിക്കാതെയൊക്കെ വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാനാണ് രാജ്യവും ശക്തിയും മഹത്വവും, ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. ഒരുവൻ അവൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അവൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സന്നദ്ധത നമുക്കില്ലാതെ പോകുന്നു. പ്രിയമുള്ളവരെ, ഇതിനാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. മറ്റുള്ളവനെ മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമം. ഈ മനസ്സിലാക്കുവാനുള്ള ഒരു പരിശ്രമത്തിൽ നിന്നുമാണ് അവനോട് ക്ഷമിക്കുവാനും അവനോട് സഹിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. യേശു തമ്പുരാൻ്റെ കൂടെ ഇവർ നടന്നു, യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത് കണ്ടു. അതുകൊണ്ട് എല്ലാ രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന എല്ലാവരും ഈ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അവരുടെ കൂടെയല്ലെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അത് ചെയ്യുമ്പോൾ അവൻ യേശുവിൻ്റെ പാത തന്നെയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവൻ എതിരല്ല, അവൻ യേശുവിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഈ ഒരു സഹിഷ്ണുത മനോഭാവം ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം വൈരാഗ്യവും എത്രമാത്രം വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ് നമ്മുടെ ഇടയിൽ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്, നന്മയെ കാണുവാൻ, നന്മയെ അംഗീകരിക്കുവാൻ, അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ, തിന്മയെ അപ്പാടെ തന്നെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന്. അതുകൊണ്ട് യേശു തമ്പുരാൻ പറയുന്നത്, എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ നന്മ, തിന്മയായിട്ടുള്ളതിനെ എല്ലാം നീ ഉപേക്ഷിക്കുക, നന്മയായിട്ടുള്ളതിനെ സ്വീകരിക്കുക. അങ്ങനെ സഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി മുൻപോട്ട് പോകുക. അതിന് നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ തിരുനാമത്തിൽ ആമേൻ.